ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി സി വേൾഡ്. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് ഇതുവരെ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങാൻ പറ്റാത്തവരുണ്ടെങ്കിൽ, ഇനി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഒരു ശരിയായ രീതിയിലല്ല എന്നൊരു തോന്നലുള്ളവരുണ്ടെങ്കിൽ, എങ്ങനെ നല്ല രീതിയിൽ സിലബസ് കവർ ചെയ്ത് ഇപ്പോഴേ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി 2-3 ദിവസമായിട്ട് ഞാൻ ഇടാൻ ശ്രമിക്കുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒക്കെ ഡിസ്കഷൻ ആണല്ലോ തുടങ്ങിയിരുന്നത്. അപ്പോൾ അത് മാക്സിമം ആ ഒരു അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലൊക്കെ ആയിട്ടായിരിക്കും എക്സാം. അപ്പോൾ നമ്മൾ എത്ര കണക്ക് കൂട്ടിയാലും ഒരു 3 മാസമൊക്കെയാണ് നമുക്ക് ഇനി ഉള്ളത്. അതിന് വേണ്ടിയിട്ട് മാക്സിമം ചോദ്യപേപ്പർ ഒരു 21 തൊട്ട് 25 വരെയുള്ളത് എങ്ങനെയെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റ് ആക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. വളരെ ടഫ് ആയിട്ടുള്ള പേപ്പർ അധികം ആരും കാണാൻ സാധിക്കാത്തത് ഡിസ്കസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഓൾറെഡി 3 ചെയ്തു, 4ാമത്തെ ഒരെണ്ണം എടുത്തു. അത് ചെയ്തതുമാണ്, റെക്കോർഡ് ചെയ്തു. പക്ഷേ അത് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം എനിക്ക് എന്ത് ചെയ്തിട്ടും അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. 2 ദിവസമായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു സാറിന് ഇന്ന് ഇപ്പോൾ ഇത് പറഞ്ഞതിന് ശേഷം വീണ്ടും അതൊന്നും കൂടെ റെക്കോർഡ് ചെയ്ത് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഒന്നിനും തുടങ്ങണം അത് വീണ്ടും. അതിൻ്റെ ആക്ച്വലി ഡിസ്കഷൻ ഞാൻ കുറേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് നല്ല രീതിയിൽ. പക്ഷേ എന്തോ ഒരു ഇത് കാരണം പറ്റിയില്ല. പിന്നെ നിങ്ങളുടെ എന്താണ് ഈ കമൻസ് ഞാൻ കണ്ടു, കൂടുതലും ഡിസ്കഷൻസ് വേണം എന്നുള്ള രീതിയിൽ. തീർച്ചയായിട്ടും ഞാൻ ചെയ്യും കേട്ടോ അത്. കാരണം ഈ ചോദ്യപേപ്പർ അത്യാവശ്യം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് നിശ്ചിത ശതമാനം ചോദ്യങ്ങൾ വന്നിരിക്കും. അത് ഉറപ്പാണ്. ആ ഏരിയാസ് തീർച്ചയായിട്ടും ചോദിച്ചിരിക്കും. അങ്ങനെ തന്നെയാണ് നമുക്ക് ഇവരെ പഠിച്ച് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഞാനത് ചെയ്യും. അപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കമന്റ് കണ്ടിരുന്നു എങ്ങനെയാണ് ഈ ചോദ്യപേപ്പർ വെച്ച് പഠിക്കുക എന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഇന്ന് അതും കൂടെ പറയാം എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ ഈ സിലബസ് ഇപ്പോൾ തുടക്കത്തിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി KS പഠിക്കാനാണ് തുടക്കത്തിൽ ഇതാക്കിയിരുന്നത്. അങ്ങനെയാണ് തുടങ്ങുന്നതും പഠനം. അപ്പോൾ ഈ KSൻ്റെ ഇതിൽ ഞാൻ ഫോർച്യൂൺ IAS ഓൺലൈനായിട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെയൊക്കെ നോട്ട്സ് എൻ്റെ കയ്യിലുണ്ട്. അത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിരിക്കും. നിങ്ങൾക്കറിയാമല്ലോ, ഇൻ ഡെപ്തിലായിരിക്കും കാര്യങ്ങൾ ചെയ്യുക. പിന്നെ അതിനുശേഷം 10th ഒക്കെ ലെവലിൽ പറയുമ്പോൾ അത് വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ വേറൊരു രീതിയിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ഓൺലൈൻ ആയിട്ടുള്ള ഒരു ഇത് എടുത്തിരുന്നു, കോച്ചിങ് എടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെയും കുറച്ചൊക്കെ നോട്ട്സ് എൻ്റെ കയ്യിലുണ്ട്. പിന്നീട് ഞാൻ ഇപ്പോൾ ഓൺലൈൻ എടുത്താൽ, ഇപ്പോൾ ഓൺലൈൻ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് പിന്നീട് ഞാൻ എന്ത് കേട്ടാലും, ക്ലാസ്സുകൾ കേൾക്കാനാണെങ്കിലും ഒരിക്കലും ഞാൻ നോട്ട്സ് എഴുതിയ സമയം കളയാൻ നിൽക്കില്ല. മാക്സിമം കയ്യിലുള്ള നോട്ട്സും അതുപോലെ റാങ്ക് ഫയലും, പിന്നെ ഇപ്പോൾ SCERT ടെക്സ്റ്റ് ഒക്കെ അത്യാവശ്യം സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതും അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ വെച്ചിട്ട് പഠിക്കാനാണ് ശ്രമിക്കാറുള്ളത്. ഓക്കെ, ഈ നോട്ട്സ് എഴുതുക എന്ന് പറയുന്നത് കംഫർട്ടബിൾ ആയിട്ടുള്ളവരുണ്ടായിരിക്കും കേട്ട്. പക്ഷേ എനിക്കതൊരു സമയം കളയുന്ന ഒരു ഏർപ്പാടായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഓരോ പ്രാവശ്യവും നമ്മളിങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് എഴുതാൻ, നമുക്കിപ്പോൾ ഒരു ഓൺലൈൻ ക്ലാസ്സിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 45 മിനിറ്റ്സ് ടു ഒരു 1 അവർ വരെയുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കേട്ട് എഴുതി വരുമ്പോൾ പിന്നെയും അതൊരു എക്സ്ട്രാ 1.5 hours പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ടൈം വേസ്റ്റ് ചെയ്യണ്ടേ? അതേസമയം നമ്മൾ കേട്ട് കഴിഞ്ഞിട്ട് നമ്മളൊന്നും കൂടെ അത് അവർ എന്തൊക്കെ ചെയ്താലും ഒരു PDF നോട്ട് അവരുടെ അവൈലബിൾ ആയിരിക്കും സോഫ്റ്റ് കോപ്പി ആയിട്ട്. അത് വായിച്ചു നോക്കിയാൽ പോരെ. എന്തെങ്കിലും അഡീഷണൽസ് ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ പോരെ എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നി. കറണ്ട് അഫയേഴ്സ് മാത്രം ജസ്റ്റ് ഒന്ന് എഴുതി പോകുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ഉള്ളത് അതും ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു പണിയാണ്. ഇതെല്ലാം ചെയ്യണതിൻ്റെ ഇടയ്ക്ക് എഴുതിയെടുക്കുക എന്ന് പറയുന്നത്. വായിച്ചും കേൾക്കാനും പറ്റുന്നവരുണ്ടെങ്കിൽ ചെയ്തോളൂ, കുഴപ്പമില്ല. എഴുതിയെടുക്കുന്നുണ്ട്, നമുക്ക് ഫർദർ യൂസിലാണെങ്കിലും ഒക്കെ നന്നായിരിക്കും എന്ന് വെച്ചിട്ട്. അപ്പോൾ ഈ നമ്മുടെ വിഷയം എന്താണ്, സിലബസ് എങ്ങനെ കവർ ചെയ്യാം എന്നല്ലേ. അപ്പോൾ ഞാൻ ഓൾറെഡി SCERT പാഠഭാഗങ്ങൾ ഏതൊക്കെയാണ് നമ്മളുടെ ഈ പറയുന്ന സിലബസിനനുസരിച്ച് നോക്കേണ്ടത്, SCERTയും NCERTയും എന്നുള്ളത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് മുൻപ്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ അസിസ്റ്റന്റ് സെയിൽസ്മാനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് എല്ലാ വീഡിയോസും. വേണമെങ്കിൽ സിലബസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ സെപ്പറേറ്റ് ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ ഇടാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ പറയുന്നതിൽ ഇപ്പം ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് പുതുതായിട്ടുള്ളവരുണ്ടെങ്കിൽ പിന്നെയും ചോദിച്ച് ഞാൻ കണ്ടു കുറേ പേര് സിലബസിൻ്റെ ഇത് പറയുന്ന ഇതാക്കിയിട്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സിലബസ് പറഞ്ഞിട്ടുള്ളത് കണ്ടോ, ഇങ്ങനെ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് SCERTയുടെ അതിൻ്റെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഭരണഘടനയുടെയും കേരള ഗവേണൻസിൻ്റെ ഒക്കെ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാണ്. കേരള ഗവേണൻസ് എന്ന് പറയുന്ന ഈ ഒരു ഇത് വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ പറയാൻ ശ്രമിക്കുന്നത്. ഈ ഒരു ടോപ്പിക് എടുത്തിട്ടാണ് ഞാനൊരു എക്സാമ്പിൾ പറയണത്, എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാമെന്ന്. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ കേരള ഗവേണൻസ് എന്ന് പറയുന്ന സംഭവമാണ് പഠിക്കാൻ എടുക്കുന്നതെന്ന് വെക്കാം. അതും ആക്സും. ഓക്കെ, അപ്പോൾ അത് രണ്ടും അത്യാവശ്യം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ SCERT NCERT കാര്യമായിട്ടൊന്നും കാണില്ല, എന്നാൽ കുറച്ചുണ്ട് താനും. ഓക്കെ, കാരണം നമ്മുടെ ചരിത്രം, ഭൂമിശാസ്ത്രം, ഭരണഘടനയൊക്കെ പറയുന്ന പോലത്തെ കാര്യങ്ങളൊന്നും അധികമൊന്നും ഇതിലുണ്ടാവില്ല. അപ്പോൾ അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റിലുള്ള കാര്യം നമുക്ക് എന്തായാലും വേണം. കാരണം അത് വെച്ചിട്ടാണ് മെയിൻലി അവർ ചോദിക്കുക. ഇപ്പോൾ കുറച്ചും കൂടെ NCERT ലെവലിലുള്ളതാണ് ചോദിക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ആദ്യം നിങ്ങളുടെ കയ്യിൽ ഒരു റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ അത് അത്രയും നല്ലത്.
ഡിഗ്രി ലെവലായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇപ്പോൾ 10th റിവൈസ്ഡ് എഡിഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോഴത്തെ ചോദ്യത്തിന്റെ പാറ്റേൺ ഒക്കെ മനസ്സിലാക്കി ഓരോ പബ്ലിക്കേഷൻസിന്റെ റിവൈസ്ഡ് എഡിഷൻസ് ഉണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. അല്ലാത്ത പക്ഷേ നമ്മുടെ കയ്യിൽ ഡിഗ്രി റാങ്ക് ഫയൽ ആണെങ്കിൽ അത് അത്രയും നല്ലത്. കാരണം ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയത് എൻ്റെ കയ്യിൽ ഡിഗ്രി റാങ്ക് ഫയലാണ് ഉള്ളത്. രണ്ടും ഉണ്ടായിരുന്നു. അതിൽ ഡിഗ്രിയുടെ നോക്കിയപ്പോൾ ഡിഗ്രിയുടെ മാറ്റർ വെച്ചിട്ടാണ് മിക്കതും 10th ചോദ്യ പേപ്പറുകളിൽ ഞാൻ ക്വസ്റ്റ്യൻസ് കണ്ടത്. അതുകൊണ്ടാണ് ചിലതൊക്കെ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഗ്രി ലെവലിലാണ് അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളത് എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഡിഗ്രി ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ആൻസർ ചെയ്യണമെന്ന് പറയാൻ കാരണം. അതും ഞാൻ അതിൻ്റെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തതും അതുകൊണ്ടാണ്. കുറേ എണ്ണം ഞാൻ റിപ്പീറ്റ് ചെയ്ത് കണ്ടു. ഈ പ്രിലിംസിന് പോലും ഞാൻ കണ്ടു എല്ലാ ലെവലിൽ നിന്നും ചോദിക്കുന്നത്, ഡിഗ്രിന്നും 10th ഒക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചോദ്യ പേപ്പർ ഡിസ്കഷൻ ഒരിക്കലും മാറ്റി നിർത്തരുത് കേട്ടോ. നമ്മളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ കേരള ഗവേണൻസ് എടുത്തു പഠിക്കാൻ നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം സംസ്ഥാന സിവിൽ സർവീസ്. നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് പോർഷനാണ് സംസ്ഥാന സിവിൽ സർവീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന SCRT പാഠഭാഗങ്ങളാണ് ഈ കേരള ഗവേണൻസ് മാക്സിമമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കിതിൽ ആദ്യം വേണ്ടി വരിക ഈ പറയുന്ന പൊതുഭരണം എന്ന് പറയുന്ന സംഭവമാണ്. ക്ലാസ് 10ലെ ചാപ്റ്റർ. നിങ്ങളിത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്താണ് SCRT ബുക്ക് ഉണ്ട്. നമ്മളിത് നോക്കുമ്പോൾ എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ട് ഒരു കോട്ട് ഉണ്ട്, അതിൽ ഗ്ലാഡൻ്റെ കോട്ട് ഉണ്ട്. അത് വെച്ചിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് നടന്ന SSLC എക്സാമിന് പോലും ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളോടും ചോദിക്കും. കാരണം പല SSLC നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, SSLCയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ ഫൈനൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും വന്ന ചോദ്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ഈ കുറേ പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെ ഒക്കെ പേപ്പറിൽ കാണുന്നുണ്ട്. അവരുടെ എക്സസൈസിൽ നിന്നൊക്കെയാണ് അവർ എന്ത് ചെയ്യുന്നത്, SSLCയുടെ ഒക്കെ എക്സാമിൽ ചോദിക്കുന്നത്. അപ്പോൾ അത് വൺ വേർഡ് ടൈപ്പ് ഒക്കെ ഉള്ളതുണ്ടല്ലോ. ഈ SSLCയുടെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അത്യാവശ്യം എന്താണ് അതായത് ടെക്സ്റ്റ് ബേസ്ഡ് ആണല്ലോ. അപ്പോൾ ടെക്സ്റ്റ് ബേസ് ചെയ്ത് തന്നെ നമ്മളോട് ചോദിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഈ പൊതുഭരണം നോക്കിക്കഴിഞ്ഞാൽ അത് പറയുന്നുണ്ട് ബ്യൂറോക്രസിയുടെ ആ ഒരു സവിശേഷതകൾ എന്താണ്, ശ്രേണിപരമായ സംഘാടനം, സ്ഥിരത എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇത് വെച്ച് കഴിഞ്ഞു അവിടെ ഓൾ ഇന്ത്യ സർവീസസ്, സ്റ്റേറ്റ് സർവീസസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, സെൻട്രൽ സർവീസസ് ഒക്കെയാണ് അവർ പറയുന്നത് പിന്നീട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് അടുത്തൊരു ഏരിയയാണ്. ഓക്കെ, നമ്മുടെ സംസ്ഥാന സിവിൽ സർവീസ് പറയുമ്പോൾ നമുക്ക് അറിയേണ്ടത് ഓക്കെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അറിയണം, ബ്യൂറോക്രസി അറിയണം. പക്ഷേ സർവീസ്, കേരള സംസ്ഥാന സിവിൽ സർവീസ്, അതിൻ്റെ സേവന വ്യവസ്ഥകളും ചട്ടങ്ങളും ഒക്കെ വരുന്ന അതിനെ സാധിക്കുന്ന ആക്ട് അത് എന്ന് വന്നു, അതിൻ്റെ പിൻബലത്തിൽ പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ വന്നു, KS എന്ന് വന്നു, KS ഏത് ആക്ടിന്റെ ബലത്തിലാണ് വന്നത്, അതുപോലെ തന്നെ ഇപ്പോൾ അറ്റ് പ്രസന്റ് എത്ര കേരള സർവീസ് ചട്ടങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള റൂൾസ് ഉണ്ട്, ഓരോന്നിൻ്റെയും പ്രത്യേകത, പെൻഷനെ കുറിച്ച് പറയുന്നത് ഏതാണ്, അതുപോലെ എന്താണ് എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അത് സർക്കാർ ഉദ്യോഗസ്ഥർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പിഴ, ശിക്ഷ, അതിനെക്കുറിച്ച് പറയുന്ന റൂൾസ് ഏതൊക്കെയാണെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം SCRT ടെക്സ്റ്റ് ഒന്നും കാണില്ല. അതിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ SCRT വായിച്ചു, NCERT പറഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ NCERT ചാപ്റ്ററും വായിച്ചു, അതിനുശേഷം ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റാങ്ക് ഫയലിലെ ടോപ്പിക് എടുക്കണം. അപ്പോൾ റാങ്ക് ഫയലിലെ ടോപ്പിക് എടുത്തിട്ട് ഈ സംസ്ഥാന സിവിൽ സർവീസിനെ കുറിച്ച് അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങൾ. കുറേയൊക്കെ നമുക്ക് തോന്നും ഇതൊക്കെ വേണോ, അങ്ങനെ വേണമെന്ന് നമുക്ക് തോന്നിയാലും ചിലതൊക്കെ വേണ്ടതായിരിക്കും കേട്ടോ. ഇത്രയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുമോ എന്നുള്ളൊരു സംശയം നമുക്ക് വരും. ഇപ്പം ഞാനും അങ്ങനെ LDC എഴുതുന്ന സമയത്തൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ ചോദിക്കും. പക്ഷെ അത് തന്നെ ചോദിച്ചു, അത് എനിക്ക് പഠിക്കാൻ സാധിച്ചില്ല. കാരണം അത്രയും പാടായിരുന്നു അത് പഠിക്കാൻ. സർവീസിന്റെ ചട്ടങ്ങളുടെ ഉള്ളിലുള്ള സബ് റൂൾസ് ഒക്കെ പഠിക്കാന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് പക്ഷെ അതിൽ ചോദ്യം വന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അതിൽ നിന്നും ചോദിക്കുന്നുണ്ട് വളരെയധികം. അതായത് പണ്ടത്തെ പോലെ കേവലം വൺ വേർഡ് ടൈപ്പ് അല്ല, അത്യാവശ്യം ടഫായിട്ടുള്ള രീതിയിലാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലായി. അതായത് നമ്മൾ എന്താണ് ആ ഒരു പാറ്റേൺ മാറി മാറി വരിക എന്നർത്ഥം. അപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റാങ്ക് ഫയലിലെ പോർഷൻ എന്ത് ചെയ്യുക, വായിച്ച് സെറ്റാക്കുക. അപ്പോൾ നമ്മൾ അത്യാവശ്യം SCRT നോക്കി, NCERT നോക്കി, റാങ്ക് ഫയൽ നോക്കി. ഇത് ഇത്രയും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പോർഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ തീർന്നു. SCRT NCERT മസ്റ്റ് ആയിട്ട് നിങ്ങൾ വാങ്ങിക്കാം. ഒന്നില്ലെങ്കിൽ തിരിച്ചും ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാങ്ക് ഫയലിൽ ഈ പറയുന്ന പോർഷൻ ആദ്യം വായിക്കുക, അതിന്റെ കറസ്പോണ്ടിങ് SCRT പാഠഭാഗങ്ങൾ അല്ലെങ്കിൽ NCERT പാഠഭാഗങ്ങൾ എന്ത് ചെയ്യാം, നോക്കുക. അങ്ങനെയും ചെയ്യാം നമുക്ക്. ഓക്കെ, അങ്ങനെ ചെയ്താലും നമുക്ക് ആ ഏരിയ കവർ ആവണമെന്ന് മാത്രം. ഒരു ഡിഗ്രി റാങ്ക് ഫയലിലൊക്കെ SCRT NCERT കമ്പൈൻഡ് ഫാക്ട്സ് ഉണ്ട്, എക്സ്ട്രാ ഫാക്ട്സും ഉണ്ട്, അങ്ങനെയാണല്ലോ. എന്നാലും ടെക്സ്റ്റിൽ നമ്മൾ കാണുമ്പോൾ ടെക്സ്റ്റിൽ ഇങ്ങനെ കളർഫുൾ ബോക്സിലൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മെമ്മറിയിൽ നിൽക്കാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ഭാഗം സെറ്റാക്കി. ഇങ്ങനെ നമ്മളിപ്പോൾ ഈ കേരള ഗവേണൻസിന്റെ ഒരു പോർഷൻ എന്ത് ചെയ്തു, പഠിച്ചു. പക്ഷേ നമ്മൾ പിന്നീട് അങ്ങോട്ട് ആ സിലബസിൽ ഇത്തിരി ഒരു ചെറിയ സാധനമാണ് കാണിച്ചിട്ടുള്ളതെങ്കിലും പിന്നീട് നമ്മളിപ്പോൾ ഒരു റാങ്ക് ഫയലിന്റെ ഇൻഡെക്സിലൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേയധികം കാര്യങ്ങളാണ് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത് ആ ഒരു 5 മാർക്കിന് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് നോക്കി ഞാൻ ജസ്റ്റ് റാങ്ക് ഫയലിന്റെ ഇൻഡെക്സ് ഒന്ന് എടുത്തേക്കാണ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് ഇത്രയും സിവിക്സ് എന്ന് പറയുന്നത് ഇവിടെ വാട്ടർഷെഡ് മാനേജ്മെന്റ്, ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് പോളിസീസ്, ലാൻഡ് റിഫോം, പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ചിൽഡ്രൻ, സെക്യൂരിറ്റി ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ, ഇതൊക്കെ കുറേയധികം കാര്യങ്ങളുണ്ട് അല്ലെ. സ്കീമുകൾ ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ നമ്മൾ കണ്ടേക്കണേ ഏതൊക്കെ ആയിരിക്കും, കുടുംബശ്രീ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അല്ലെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ നമ്മൾ കണ്ടിട്ടുണ്ടാവുക. പിന്നെ നമ്മളുടെ ഭരണ പരിഷ്കാരങ്ങൾ, ഭൂപരിഷ്കരണം, കേരളത്തിലെ ഭൂപരിഷ്കരണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം നോക്കും.
പിന്നീട് അങ്ങോട്ടുള്ള ഇങ്ങനത്തെ പദ്ധതികളുണ്ടല്ലോ, പെൻഷൻ പദ്ധതി, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, കേരള സർക്കാരിന്റെ പദ്ധതികളൊക്കെ, ഇത് അത്യാവശ്യം ഓരോന്നിലും ഓരോ വർഷങ്ങളിൽ തുടങ്ങിയതുണ്ട്. കുറേയധികം കാര്യങ്ങൾ പോളിസീസ് കൊണ്ടുവന്നതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ പഠിച്ചെടുക്കുന്നതൊക്കെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ചോദ്യപേപ്പർ പറഞ്ഞില്ലേ, ഈ ചോദ്യപേപ്പറിൽ നിന്നാണ് പിന്നെ ഞാനത് പഠിക്കാൻ ശ്രമിക്കാം. എന്നാ ഇതെല്ലാം കൂടെ തലക്കെട്ടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, അങ്ങനെയാണ് ഞാൻ ചെയ്യാറില്ല കേട്ടോ. ഈ സ്കീം ഇത്തിരി ബുദ്ധിമുട്ടാണ്, നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇത് വരുമെന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇനി അവർ ഏതൊക്കെ തരത്തിലാണ് ചോദിക്കുന്നത്, ഏത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. റെലവൻസ് നോക്കിയിട്ടാണ് വരിക. ഇതൊക്കെ ചെയ്താലും നമ്മുടെ ഈ ഒരു കറന്റ് സിനാരിയോയിലൊക്കെ അധികം വരാൻ ചാൻസ് ഉള്ളതൊക്കെ വെച്ചിട്ടാണ് വരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു പേപ്പറിൽ, ഇപ്പൊ ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്ത ഒരു ചോദ്യ പേപ്പർ എന്ന് പറഞ്ഞല്ലോ, അതില് നല്ല ചോദ്യങ്ങളായിരുന്നു ഈ സ്കീമിന്റെ ഭാഗത്ത് നിന്നൊക്കെ വന്നത്. ആ ഒരു പേപ്പർ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കാത്ത സ്കീമും പഠിച്ചു പോകും. അതാണ് അതിന്റെ ഒരു ഗുണം. ഈ ചോദ്യ പേപ്പർ ഓരോന്ന് ചെയ്യുന്നതിന്റെയും ഗുണം, നമ്മൾ ഓൾറെഡി പഠിച്ച് സെറ്റായിരിക്കുന്ന പോർഷൻ ആണെങ്കിൽ then കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ ഒരു ചോദ്യ പേപ്പർ എടുത്തു, ആ ചോദ്യ പേപ്പറിൽ ആദ്യ ചോദ്യം നോക്കി, നമ്മൾ ആൻസർ ചെയ്തു, നമുക്കറിയാം, നമ്മൾ വായിച്ചിട്ടുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ. രണ്ടാമത്തെ നോക്കി, ഓരോന്നും നോക്കുമ്പോഴും നമ്മൾ കാണാത്തൊരു ഏരിയ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഏരിയ അപ്പോൾ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വായിക്കാതെ പെൻഡിങ്ങിൽ ഇട്ട് വെച്ചിരിക്കുന്ന ആ പോർഷനും നമ്മൾ പഠിച്ചു തീർക്കും. ശരിയല്ലേ? ആ ഒരു എന്താണ് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ള ചിന്തയിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. അങ്ങനെ ഞാൻ കണ്ടതാണ് PMKSY എന്ന് പറഞ്ഞിട്ട് ആണ് ആ ഒരു ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തു എന്ന് പറഞ്ഞ ഒരു ചോദ്യ പേപ്പർ. അതിൽ ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന എന്ന് പറഞ്ഞിട്ട് 2015 ജൂലൈ 1 തുടങ്ങിയൊരു പദ്ധതിയാണത്. ഓക്കെ, അതിനെ വെച്ചിട്ടാണ് ചോദിച്ചത്. അപ്പോൾ ഇതൊക്കെ ഓരോ ഭവന പദ്ധതികൾ, ഇൻഷുറൻസ്, ആരോഗ്യ പദ്ധതികൾ, സോഷ്യൽ വെൽഫെയർ സ്കീമുകൾ, ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ എങ്ങനെ അത് പഠിച്ചെടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു മാർഗം ഞാൻ നോക്കുന്നത് ചോദ്യപേപ്പർ നോക്കുക, അതിൽ ചോദിച്ചിട്ടുള്ള സ്കീം ഏതാണെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് പഠിക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് ആ സ്കീം കവേർഡ് ആവും. ഓക്കെ, അല്ലാതെ എല്ലാ സ്കീമും നമ്മളിങ്ങനെ ഓരോന്ന് ബൈ ഹാർട്ട് ആയിട്ട് ഇങ്ങനെ ഓരോന്ന് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറിയിൽ എത്രത്തോളം നിൽക്കുന്നത് എനിക്കറിയില്ല. കാരണം കുറേയധികം സ്കീമുകളുണ്ട്, ഇഷ്ടം പോലെയാണ് ഓരോ വർഷവും തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ റെലവൻസ് മനസ്സിലാക്കി പഠിക്കണം. നമ്മൾ ചോദ്യപേപ്പറിൽ ചോദിക്കുന്നത് അവർ ഏതാണ് കൂടുതലും, ഏതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ചോദിക്കുന്നത്. പിന്നെ നമ്മുടെ ഓരോ 5 year പ്ലാൻസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്കീമുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് അത്യാവശ്യം ചോദിക്കുന്ന ഏരിയയാണ്. അതൊക്കെ വെച്ച് നോക്കി പഠിക്കണം. നമ്മൾ ഇതിലത്തെ ഓരോ വിഷയങ്ങളായിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ചരിത്രത്തിലെ കേരളം, ഇന്ത്യ, ലോകം, മൂന്നിനും കൂടെ 5 മാർക്ക് ആകെ. അപ്പോൾ ഇതിൽ നമുക്കറിയാം, ഒബ്വിയസ്ലി അവർ ചോദിക്കുന്നത് യൂറോപ്യന്മാരുടെ വരവ് ഉള്ളതാണ്, അവരുടെ സംഭാവനയൊക്കെ ചോദിക്കാറുണ്ട്. എസ്പെഷ്യലി പോർച്ചുഗീസും ഡച്ചും ആണ് കൂടുതലും ചോദിച്ചു ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ ഡിഗ്രി ലെവലിൽ ഫ്രഞ്ച് ഞാൻ ചോദിച്ചുകൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വിട്ടിട്ട് ഒരു കളിയില്ല, അവരുടെ കംപ്ലീറ്റ് പഠിച്ചെടുക്കണം. അതാ മസ്റ്റാണ്. ബാക്കിയുള്ളവരുടെ നമ്മൾ ജസ്റ്റ് വായിച്ച് പോകുക. ഓക്കെ, വായിക്കാൻ നമുക്കിപ്പോൾ 3 മാസം ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അത്യാവശ്യം ഒന്ന് വായിച്ചു പോകുക. കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്തും നമ്മൾ രണ്ടാമത് റിപ്പീറ്റ് ചെയ്തും നോക്കേണ്ട സംഭവം പോർച്ചുഗീസുകാരുടെയൊക്കെയാണ്. നമ്മളത് റെപ്പറ്റീഷൻ എന്ന് പറയുന്ന ഏർപ്പാട് നമുക്ക് അകറ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്, ഇപ്പോൾ ഒട്ടും നമുക്ക് റിവിഷൻ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, ഒരാഴ്ചയിൽ പഠിച്ചത് വീക്കെൻഡിൽ റിവൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളൊരു ചോദ്യ പേപ്പർ ആൻസർ ചെയ്യല്ലോ, ആ സമയത്ത് ഒന്ന് റിപ്പീറ്റ് അടിച്ച് നോക്കിയാലും മതി. ഒന്നും കൂടെ അതിലേക്ക് നോക്കുക. ചിലപ്പോൾ നമ്മൾ വീണ്ടും കാണുമോ ചോദ്യം, ഒന്നും കൂടെ നോക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിൽ പതി. ഇപ്പോൾ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീചിത്ര തിരുനാൾ വരെ തിരുവിതാംകൂറിന്റെ ചരിത്രം, ഇതിൽ ഇഷ്ടംപോലെ ഭരണാധികാരികളില്ലേ അവർക്ക് തിരുവിതാംകൂറിന്റെ ഒരു ചരിത്രത്തില്. ഇതില് വനിതാ ഭരണാധികാരികൾ മസ്റ്റായിട്ട് നോക്കണം. കാരണം 3 പേരുള്ളൂ. ആ 3 പേരും ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യങ്ങൾ തിരിച്ചും മറിച്ചും ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഓൾറെഡി ഞാൻ വീണ്ടും പറയാണ്, ഞാൻ ഇടാൻ വെച്ചിരുന്ന ആ വീഡിയോയിൽ ഈ വനിതാ ഭരണാധികാരിയുടെ ഒരു ഇത് തന്നിട്ടാണ് ചോദിച്ചത്. പക്ഷേ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് തന്നിട്ട് അതിന്റെ കാലഗണന ക്രമത്തിനനുസരിച്ച് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. അത്രയും ടഫായിട്ടാണ് ചോദിച്ചത്, മനസ്സിലായോ? നമുക്ക് വർഷം അറിയാതെ ഒരു തരത്തിൽ ആ ആൻസർ ചെയ്യാൻ പറ്റില്ല ആ ഒരു ചോദ്യം. കേവലം ഇന്ന സാധനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും റീഫോംസ് തന്നിട്ട് ഇത് ഏത് ഭരണാധികാരി ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നല്ല ചോദിച്ചത്. അപ്പോൾ അത് അത്യാവശ്യം ടഫായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. അത് 24 തന്നെ കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ഇതാണ്. അപ്പൊ അങ്ങനത്തെ രീതിയിലും ചോദിക്കുന്നുണ്ട്. അപ്പൊ വനിതാ ഭരണാധികാരികൾ മസ്റ്റാണ്, അത് നോക്കുക. പിന്നെ ബാക്കിയുള്ള രാജാക്കന്മാരുടെ നമ്മൾ കൂടുതലും മാർത്താണ്ഡവർമ്മയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. അത് ഈ ചോദ്യ പേപ്പറുകളിൽ ഏത് രാജാക്കന്മാരുടെയാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത് അത് വെച്ചിട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. ഇപ്പൊ നമുക്ക് അധികം അടുപ്പം തോന്നില്ല, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നമ്മുടെ തലയിൽ നിൽക്കുകയും ചെയ്യും. പിന്നെ നവോത്ഥാന പ്രസ്ഥാനങ്ങളും ഇതും അതെ, അവർ ചോദിച്ചു കണ്ടേക്കണത് മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്ത് നോക്കിയാൽ മതി. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, കേരളത്തിന്റെ സാഹിത്യ സ്രോതസ്സുകൾ, ഐക്യകേരള പ്രസ്ഥാനമൊക്കെ എപ്പോഴും ചോദിക്കുന്ന കേട്ടോ. അത് വളരെയധികം ഹോട്ട് ടോപ്പിക്സിന്റെ ലിസ്റ്റിൽ പറയുന്ന അത്. അതുപോലെ 1956 ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം, ഇതും അത്യാവശ്യം അവർ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ചോദ്യപേപ്പർ നോക്കിയിട്ടാണെങ്കിലും ജസ്റ്റ് മനസ്സിലാക്കി മതി. അതിൽ ഈ ഐക്യകേരള പ്രസ്ഥാനമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ആ ഒരു കേരളം സെറ്റാക്കുക. അതുപോലെ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്കുള്ളത് തന്നെയാണ്, ടെക്സ്റ്റിലുണ്ട്. SCERT ടെക്സ്റ്റിൽ തന്നെ ഉണ്ട്. ആ SCERT ടെക്സ്റ്റ് തന്നെ കംപ്ലീറ്റ്ലി ബേസ് ചെയ്ത് നിങ്ങൾ നോക്കുക. NCERT വെച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. ഇതിന്റെ എക്സ്ട്രാ ഫാക്ട്സ് എന്നുള്ള രീതിയിൽ അങ്ങനത്തെ രീതിയിലും ചോദിക്കുന്നുണ്ട് കൂടുതൽ. പിന്നെ ലോകം എടുത്തു കഴിഞ്ഞാൽ ലോകം കംപ്ലീറ്റ് നമ്മുടെ SCERT ടെക്സ്റ്റിലുണ്ട്, NCERTയിലും ഉണ്ട്. 10th ചാപ്റ്ററിൽ തന്നെ ഈ പറയുന്ന എല്ലാ വിപ്ലവവും ഉണ്ട് അവർ കൊടുത്ത്. അത് വിട്ട് ചോദിക്കില്ല കൂടുതലും. ഞാനൊരു ഇത് എക്സ്ട്രീംലി ഡിഫിക്കൽട്ടി ലെവൽ, അതായത് ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റൻസ് ഞാൻ കണ്ടിട്ടുണ്ട് ഈ വിപ്ലവത്തിന്റെ ഭാഗത്ത്. പിന്നെ ഒരു ബുക്കിൽ അതിന്റെ കണ്ടിട്ടില്ല. അത് ഈ പറയുന്ന ഡിഗ്രിക്കാണ് കണ്ടത്, ഡിഗ്രി മെയിൻസിനായിരുന്നു കണ്ടത്. അപ്പോൾ അങ്ങനത്തെയും ഉണ്ട്. പക്ഷെ ഒരു 10th ലെവലിലേക്ക് ഇത് തന്നെ ധാരാളം.
പിന്നെ ഭൂമിശാസ്ത്രം നമ്മൾ ഭൂമിയുടെ ഘടന തീർച്ചയായിട്ടും പഠിക്കേണ്ടതാണ്. അറ്റ്മോസ്ഫിയർ, പാറകൾ, ഭൗമോപരിതലം, അന്തരീക്ഷ മർദ്ദം, കാറ്റ്, താപനില, ഋതുക്കൾ, ആഗോള പ്രശ്നം, ആഗോള താപനമൊക്കെ മസ്റ്റാണ്, അത് പഠിച്ചേ പറ്റുള്ളൂ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള SCRT NCERT പാഠഭാഗങ്ങൾ അത് വെച്ച് തന്നെ പഠിച്ചാൽ മതി. അതുപോലെ മാപ്പ്, നമ്മുടെ റിമോട്ട് സെൻസിങ്, പിന്നെ സമുദ്രചലനങ്ങൾ, ഇന്ത്യയുടെ ഭൂപ്രകൃതിയിൽ തന്നെ ഈ പറയുന്ന ഫിസിയോജോഗ്രഫിക് ഡിവിഷൻസ്, ഇന്ത്യയുടെ ഊർജ്ജ സ്രോതസ്, ധാതുക്കൾ, വ്യവസായം, ഇന്ത്യയുടെ കൃഷി, ഇതിനെ വെച്ചിട്ട് 10th ഇതിൽ ഒരു ചാപ്റ്റർ തന്നെയുണ്ട് ഇന്ത്യയുടെ കൃഷി, ധാതു ഒക്കെ പറഞ്ഞിട്ടുള്ളത്, വ്യവസായം ഏതാണ്. അതിൽ നിന്ന് ഇഷ്ടംപോലെ ചോദ്യങ്ങളാണ് കഴിഞ്ഞ ഒരു തന്നെ കുറെ ചോദിച്ചത് ആ ഒരൊറ്റ ചാപ്റ്ററിൽ നിന്ന്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ, അതാണ് ഞാൻ പറഞ്ഞത് SCRT ചാപ്റ്റേഴ്സ് ലിസ്റ്റ് അനുസരിച്ച് തന്നെ നിങ്ങൾ പഠിക്കണം എന്ന് പറയുന്നത്. അത് ഈ ജോഗ്രഫി, ഹിസ്റ്ററി, ഭരണഘടനയൊക്കെ അത്യാവശ്യം നമുക്ക് എന്താ ടെക്സ്റ്റ് വെച്ചിട്ട് തന്നെ പഠിച്ചെടുക്കാൻ സാധിക്കും. കംപ്ലീറ്റ് ടോപ്പിക്സ് കവറും ചെയ്യാൻ പറ്റും. അതുപോലെ പിന്നെയുള്ള നമുക്കുള്ള ഒരു സിലബസിൽ കവർ ചെയ്യേണ്ട ഒരു പോർഷനാണ് കേരളം ഭൂപ്രകൃതി ജില്ലകൾ. ഈ ഭൂപ്രകൃതിയും ജില്ലകളും ഒക്കെ ഉണ്ടല്ലോ, ഭൂപ്രകൃതി ഒക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ജില്ലകൾ എന്ന് പറയുന്നത് 14 ജില്ലകളിലെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ. എന്തിൻ്റെങ്കിലും ഹെഡ് ക്വാർട്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ഓരോ ജില്ലകളുടെ വെച്ചിട്ടുള്ള ഇതിന്റെ ആസ്ഥാനം, അതൊക്കെ കൂടുതൽ ശ്രദ്ധിച്ച് പഠിക്കുന്നതായിരിക്കും അതിൽ നല്ലത്. അതൊന്നും ഞാൻ പറയുകയാണെങ്കിൽ ചോദ്യപേപ്പർ വെച്ച് പഠിക്കുന്നതാണ് ഈ പറയുന്ന ജില്ലകളൊക്കെ പഠിക്കുന്നത് ഏറ്റവും നല്ലത്. അതുപോലെ നദികളാണെങ്കിലും ശരി, വന്യജീവി സങ്കേതമൊക്കെ ആകെ കുറച്ചുള്ള അതിൽ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ളത് മാത്രം നോക്കിയാൽ മതി. പിന്നെ നമുക്കുള്ളത് ഈ പറയുന്ന ധനതത്വശാസ്ത്രം, ഇന്ത്യയുടെ സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതി ഉള്ളതാണ്, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്. ഇത് പിന്നെ ന്യൂ എക്കണോമിക് പോളിസീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം, ഇത് കംപ്ലീറ്റ് പഠിച്ചെടുക്കേണ്ടത് തന്നെയാണ്. അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഓരോ സെക്ഷൻ ഓരോ ദിവസം വെച്ചിട്ട് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. ഒരു ഏരിയ എടുത്താൽ ആ ഏരിയ എടുത്തിട്ട് അടുത്തത് ആ ഒരു സബ്ജക്റ്റിന്റെ അടുത്ത ഏരിയയിലേക്ക് പോകണമായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഭരണഘടനാ നിർമ്മാണ സമിതി. അത് പഠിച്ചെടുക്കേണ്ടത് തന്നെയാണ്. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, ഇതൊക്കെ ഓരോ ദിവസവും. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതി ഒരു ദിവസം എടുക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാം. അത്രയും ചെയ്യാനുള്ള പോർഷനേ ഉള്ളൂ. അത് ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് ഇപ്പൊ കുറെ നാളായിട്ട് പരീക്ഷ എഴുതുന്നവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറെ നാളായിട്ട് പരീക്ഷ എഴുതുന്നത് കൊണ്ടും ശീലമുള്ളത് കൊണ്ടും നമുക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ റിഫ്രഷ് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലെ. കാരണം LDCക്ക് പഠിച്ചു, നമ്മളെ 10th പ്രിലിംസിന് വേണ്ടി പഠിച്ചു. അപ്പോൾ 10th ബേസ്മെന്റിൽ കുറേയധികം കണ്ടതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ആമുഖമാണെങ്കിലും അതുപോലെ മൗലികാവകാശം ഒരു 1-2 ദിവസം എടുത്താലും 3 ദിവസം എടുത്താലും തെറ്റില്ല. കാരണം അത്യാവശ്യം ഉണ്ട് അതിൽ കാര്യങ്ങൾ. അതുപോലെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതിലെല്ലാം ഈ പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. എല്ലാത്തിനും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിന് ഓരോന്നിനും ഓരോ ദിവസം നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് കൊടുക്കുക. അത് ആ ഓരോന്നിനും ഇതിനാണോ കുറേ കാര്യങ്ങൾ കാണുന്നത് അതൊന്ന് മാത്രം സ്പ്ലിറ്റ് ചെയ്ത് ദിവസങ്ങളിൽ കൊടുക്കുക. ഒരു ദിവസം കൊണ്ട് തീരുന്ന പോർഷൻസ് ഒരു ദിവസം കൊണ്ട് തന്നെ തീർക്കാൻ ശ്രമിക്കുക, പെൻഡിങ് വെക്കാതെ. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള SCRT ചാപ്റ്റേഴ്സ് വായിക്കാതെ വിടരുത്. അതിനെ ചോദിക്കുക. അത് SCRT NCERT ആണ് കൂടുതൽ. NCERT ഒട്ടും വായിക്കാൻ പറ്റാതിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഈ പറയുന്ന എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് റാങ്ക് ഫയലിൽ ഉണ്ടാവാറുണ്ട് NCERTയിലേക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് NCERT പാഠഭാഗങ്ങൾ, അത് നോക്കിയാലാണെങ്കിലും മനസ്സിലാകും. ജസ്റ്റ് നോക്കിയാൽ മതി. പക്ഷെ അത് വായിക്കാനുള്ളൊരു ക്ഷമ കാണിക്കണം. കാരണം കുറേ ഉണ്ട് NCERTയിലെ കഥ പോലെ. പിന്നെ കേരളം ഭരണ സംവിധാനങ്ങളും ഞാൻ പറഞ്ഞു. ഈ പദ്ധതികളിലാണ് നമുക്ക് ഒരു തട്ടി കിട്ടുക. പിന്നെ ബാക്കി എപ്പോഴും സ്ഥിരം ചോദിക്കാനുള്ള തണ്ണീർത്തടം, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അത് എന്തായാലും ആ ഒരു രീതിയിൽ തന്നെ പഠിക്കണം. പിന്നെ ഇത് ഈ സയൻസിന്റെ ഏരിയ SCRT ആണ് കേട്ടോ. ബേസിക്കലി SCRT NCERT ആണ് ഇത് ചോദിക്കാറുള്ളത്. ഇതിൽ നമുക്ക് 6 മാർക്സ് കൂടുതൽ അല്ലെങ്കിൽ 6 മാർക്സിന്റെ വെയിറ്റേജ് വരുന്നത് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ആണ്. അതിൽ ഈ പറയുന്ന മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന് പറയുന്നത് അത്യാവശ്യം കടുകട്ടി കാര്യങ്ങളാണ്. കാരണം അതിൽ ഒരു നമ്മുടെ സെല്ല് തൊട്ട് നമ്മുടെ ഓർഗൻ സിസ്റ്റം വരെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് നമ്മൾ മനസ്സിലാക്കി എടുക്കണം എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് പഠിക്കേണ്ട ഒരു എങ്ങനെ നല്ല രീതിയിൽ ആ ഒരു പോർഷൻ കവർ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ബേസിക്കലി സെല്ല്, ടിഷ്യൂ, അതുപോലെ എന്താണ് എത്ര ടൈപ്പ് ഓഫ് ടിഷ്യൂസ് കലകളുണ്ട്, പിന്നെ മസിൽസ്, പല ടൈപ്പുകൾ. പിന്നെ ബേസിക്കലി ചോദിക്കാറുള്ള ഒരു സംഭവമാണ് രക്തപര്യന വ്യവസ്ഥ. രക്തത്തെ സംബന്ധിച്ച് എപ്പോഴും ചോദിക്കാറുണ്ട്. ദഹന വ്യവസ്ഥ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ ദഹനവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ കരളും വൃക്കയില്ലാത്ത കാര്യങ്ങൾ കുറവാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇങ്ങനത്തെ കാര്യങ്ങൾ വേണം കൂടുതലും പഠിക്കാൻ. അതങ്ങനെയാണ് ചോദിച്ചു കളിക്കുന്നത്. കാരണം അത് ഇത്തിരി വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന് പറയുന്നത്. അത് ചോദ്യ പേപ്പറിൽ ചോദിച്ച് കണ്ടേക്കുന്ന ഏരിയാസ് മനസ്സിലാക്കിയിട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. ജീവകങ്ങളും ധാതുക്കളും, അതും സാംക്രമിക രോഗങ്ങൾ, അതുപോലെ ജീവിതശൈലി രോഗങ്ങൾ, പരിസ്ഥിതി പ്രശ്നങ്ങളും ഒക്കെ അത്യാവശ്യം നമുക്ക് ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ തന്നെ നല്ല മാർക്സ് കിട്ടും. പിന്നെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ചോദ്യ പേപ്പർ മാത്രം നോക്കിയാൽ മതി. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 6 മാർക്സിന്റെ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിൽ ചിലപ്പോൾ 3-4 പദ്ധതികളുടെയൊക്കെ ചോദിക്കും. അപ്പോൾ 3-4 മാർക്ക് അതിന് പോയില്ലേ. അപ്പോൾ അതിന് പദ്ധതികൾ അറിയണമെങ്കിൽ അവർ കൂടുതലും ചോദിച്ചു കണ്ടേക്കുന്ന ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള പദ്ധതികൾ ഇപ്പോൾ ചോദ്യ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസിൽ, ചോദ്യ പേപ്പറിൽ തന്നെ ഓപ്ഷൻസ് ആയിട്ട് വരുമല്ലോ, നമുക്ക് ഒരെണ്ണ ആൻസർ ഉണ്ടാവുള്ളൂ. അത് വെച്ചിട്ട് നമ്മൾ പഠിക്കണം. പദ്ധതികൾ പുതുതായിട്ടുള്ളതൊക്കെ അവരിടും. അങ്ങനെ നമ്മൾ പഠിച്ചു പോകണം. അതെ, അങ്ങനത്തെ രീതിയിൽ അത് പഠിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി നമ്മൾ ഓരോ ഏരിയാസ് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ചലനം എടുത്തു കഴിഞ്ഞാൽ ചലനം നമുക്ക് അത്യാവശ്യം
കൂടി വന്നാൽ ഒരു 3 ദിവസം 4 ദിവസമൊക്കെ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റും. ചലനത്തിന്റെ ബേസിക് ആയിട്ട്. കാരണം നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ 10th പഠിച്ചവരാണ് നമ്മൾ. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എങ്ങനെ ഇതാക്കണം എന്നുള്ളത് അറിയാം. ഇതിന്റെ SCERT പാഠഭാഗങ്ങൾ ഫാക്ട്സ് മാത്രം പഠിച്ചാൽ ഫിസിക്സ് ഒക്കെ ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആണ്. നല്ല രീതിയിൽ ഈ പറയുന്ന എല്ലാ പോർഷൻസും തീർക്കാൻ പറ്റും. അതുപോലെ രസതന്ത്രം. കാര്യം ഇത്രേ എഴുതിയിട്ടുള്ളൂവെങ്കിലും ഇത് ബേസിക്കലി എന്താണ് ടെക്സ്റ്റാണ്. ടെക്സ്റ്റിൽ നിന്നാണ് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ സയൻസ് മിക്കുന്ന ടെക്സ്റ്റാണ്. ടെക്സ്റ്റ് കൃത്യമായിട്ട് SCERT പറഞ്ഞിട്ടുള്ള ഓരോ ചാപ്റ്റേഴ്സും നിങ്ങൾ ഓരോ ദിവസവും ഓരോ വിഷയങ്ങളുടെ വായിച്ചു തീർത്താൽ നല്ല രീതിയിൽ കവറാവും. പിന്നെ കലാ, കായികം, സാഹിത്യം, സംസ്കാരം. ഇത് ഇഷ്ടം പോലെ ഇല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കലാ, കായികം, സാഹിത്യം എന്ന് പറയുന്ന ഏരിയ ഫാസ്റ്റ് ആണ്. ഇത് ഞാൻ പറയുകയാണെങ്കിൽ കൂടുതലും ചോദ്യപേപ്പർ നോക്കി തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത്. ബേസിക്കലി ചോദിക്കാറുള്ള കഥകളി, അതുപോലെ നമ്മളുടെ ഈ ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ, അതുപോലെ തന്നെ ഓരോ സാഹിത്യ ഇപ്പൊ ഓരോരുത്തരുടെ രചനകൾ സ്ഥിരം ചോദിക്കാറുള്ളതൊക്കെ ഉണ്ടല്ലോ. പുരസ്കാരങ്ങളിൽ തന്നെ ജ്ഞാനപീഠ പുരസ്കാരം അങ്ങനത്തെ. പിന്നെ കുറച്ചും കൂടെ കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു ഏരിയ ആർട്സ് ഒക്കെ വരിക. ഓക്കെ, അപ്പോൾ ഇത് കൂടുതലും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് വെച്ചിട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. കാരണം ഇതിനെ എന്തൊക്കെ ചെയ്താലും 5 മാർക്കും ഉള്ളൂ. കുറേ സമയം ഈ ആർട്ട് ആൻഡ് കൾച്ചർ നിങ്ങളിപ്പോൾ റാങ്ക് ഫയലൊക്കെ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇതിൽ ഓരോ ഐറ്റത്തിനെ കുറിച്ചും പഠിക്കാൻ. അപ്പോൾ അതിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ചോദ്യപേപ്പർ നോക്കി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്നത് നോക്കി പഠിച്ചാൽ മതി. ആയിരിക്കും ഈ ഒരു ഏരിയ എളുപ്പം. പിന്നെ IT നമുക്ക് ടെക്സ്റ്റിൽ ഞാൻ NCERT ടെക്സ്റ്റിൻ്റെയാണ് ഞാൻ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അത് അത്യാവശ്യം നോക്കുക. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ കൂടുതലും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയറിൽ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ, ഇതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത് ഈ ക്ലാസിഫിക്കേഷൻ അതിൻ്റെ എക്സാമ്പിൾ. പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ഡിവൈസസ്. പിന്നെ നമ്മുടെ ഇന്റർനെറ്റിൽ തന്നെ കുറച്ചുകൂടി അനലിറ്റിക്കലായിട്ടൊക്കെ ഇതിൽ നിന്നൊക്കെ ചോദിക്കാറുണ്ട്. സോഷ്യൽ മീഡിയ സർവീസസ് ഇതിൽ നിന്നൊക്കെ. പിന്നെ സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്. ഇതും അത്യാവശ്യം നമുക്ക് റാങ്ക് ഫയലിൽ നിന്നൊക്കെ ആണെങ്കിൽ സൈബർ ലോസ് ഒക്കെ കിട്ടും നിങ്ങൾക്ക്. സൈബർ ക്രൈംസ് ഒന്നും ഇപ്പോൾ അധികം ക്രൈമിന് ചോദിച്ചാലും ലോസ് ഞാനിപ്പോൾ അധികം ചോദിച്ചു കാണാറില്ല. ചിലപ്പോൾ ചോദിക്കാം. സുപ്രധാന നിയമങ്ങൾ ഒരു റാങ്ക് ഫയലിൽ നോക്കിയാൽ അത്യാവശ്യം നിയമങ്ങളൊക്കെ കാണാൻ സാധിക്കും. അല്ലാത്ത പക്ഷേ നിങ്ങളിപ്പോൾ ഒരു ക്ലാസ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് ആ ക്ലാസ് ഫോളോ ചെയ്യാം. ഇത് കേവലം ഒരു പ്രാവശ്യം വായിച്ചാലൊന്നും നമ്മുടെ മൈൻഡിൽ നിൽക്കില്ല. ഇത് നോട്ട് പോലെ സബ് നോട്ട് പോലെ എഴുതിയെടുത്താലും തെറ്റില്ല. നമുക്കൊന്ന് ലാസ്റ്റ് മൊമെന്റിൽ പരീക്ഷ ടൈം ആകുമ്പോൾ റിഫ്രഷ് ചെയ്തെടുക്കാം. ഓക്കെ, ഇതിൽ ഓരോ സെക്ഷനൊക്കെ വെച്ചിട്ടാണ് ചിലപ്പോൾ നമ്മളോട് ചോദിക്കാം. അപ്പോൾ ഈ സെക്ഷൻ വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മളിപ്പോൾ ഓരോ ആക്ട് എടുത്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സെക്ഷനുകളുണ്ട്. നമുക്കറിയില്ല ഏതൊക്കെ സെക്ഷനുകളാണ് പഠിക്കേണ്ടതെന്ന് അല്ലേ. കാരണം ഓരോ ആക്ടിലും ഇഷ്ടം പോലെ സെക്ഷൻ ഇല്ല. ഇതൊക്കെ ഇങ്ങനെ പഠിച്ചെടുക്കും. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് ഇവർ ശിക്ഷ, പിഴ, അതുപോലെ എന്ത് ചെയ്താലാണെങ്കിൽ ഫോർമേഷൻ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഓർഗനൈസേഷന്റെ ഫോർമേഷൻ അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ നമ്മൾ പറയില്ലേ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഫോർമേഷന് കാരണമായ സെക്ഷൻ ഏതാണ്, അവരുടെ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ ചോദിക്കാറില്ല. അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചോദ്യ പേപ്പർ ചെയ്യണം. നിങ്ങളിപ്പോൾ LDCയുടെ പേപ്പർ എടുത്താൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ അങ്ങനത്തെ ചോദ്യങ്ങൾ കാണാൻ പറ്റും. അങ്ങനെ വേണം സെക്ഷൻസ് കുറച്ചും കൂടെ പഠിക്കാൻ കേട്ടോ. അത് വെച്ചിട്ടാണ് അവർ കൂടുതലും ചോദിക്കാം. അല്ലാത്തതും ചോദിക്കാൻ നമുക്ക് സാധ്യത. നമ്മളൊക്കെ എങ്ങനെ നന്നായി പഠിക്കാം എന്നാണല്ലോ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഇതൊക്കെ പഠിച്ചെടുക്കാൻ ഒരു ജോലി കിട്ടാം എന്നുള്ളതാണ് നമ്മളുടെ ടാസ്ക്. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് മനസ്സുകൊണ്ട് മാർക്സ് അത്രയും കയറാൻ. നമ്മൾ മാക്സിമം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ചിലപ്പോൾ സക്സസ്ഫുൾ ആകണമെന്നില്ല പല കാര്യങ്ങളും. അപ്പോൾ നമ്മുടെ മാക്സിമം നമ്മൾ കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി മാക്സിമം നല്ല രീതിയിൽ പഠിക്കുക. പിന്നെ നമുക്ക് ആനുകാലിക വിഷയങ്ങൾ, കറണ്ട് അഫയേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, നല്ല രീതിയിൽ തന്നെ ഓരോ മാസത്തെ കൃത്യമായിട്ട് നോക്കിക്കോ. ഓരോ മാസത്തെ അനുസരിച്ച് നോക്കിക്കോ. 2023 ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 24-25 മാസത്താണ് നോക്കണം. പിന്നെ 23 നോക്കുന്നത് നല്ലതാണ്. കറണ്ട് അഫയേഴ്സ് അത്യാവശ്യം ഓരോ മാസത്തെയും വെച്ച് തന്നെ നോക്കിക്കോ. പിന്നെ നമ്മുടെ സ്പേസ്, ആർട്സ്, സ്പോർട്സ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഭയങ്കരമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് നോക്കിയാൽ മതി. അതനുസരിച്ച് ഞാൻ പറഞ്ഞല്ലോ ടൈം ഉണ്ട് ഇപ്പോൾ നമുക്ക്. അത്യാവശ്യം നല്ല രീതിയിലൊന്ന് സെറ്റ് ആക്കിയാൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ പോർഷൻസ് മാത്രം. ഇംഗ്ലീഷിനും മലയാളത്തിന്റെയും റൂൾസും, അതുപോലെ തന്നെ മാത്സിന്റെ ഏതൊക്കെ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്, പെർസെൻറ്റേജ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ബേസിക് റൂൾസും പഠിച്ചെടുത്താൽ സെറ്റാണ്. ഇംഗ്ലീഷ്, മലയാളം, മാത്സ് അത്യാവശ്യം സെറ്റാണ്. പിന്നെ അതിനപ്പുറം ടഫായിട്ടൊക്കെ ചോദിക്കണം. അപ്പോൾ അതിനൊക്കെ കൂടുതൽ ഞാൻ പറഞ്ഞാൽ നമുക്കെല്ലാം പഠിച്ചെടുത്തിട്ട് ഒരിക്കലും ചോദ്യപേപ്പർ ചെയ്യാമെന്ന് വെച്ചാൽ നടക്കില്ല. ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ചോദ്യപേപ്പർ ആൻസർ ചെയ്യുള്ളൂ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. കാരണം നമ്മൾ ഒരിക്കലും കംപ്ലീറ്റ് പഠിച്ച് കഴിയില്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായമായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഒരു സമയം ഒരു ചോദ്യപേപ്പറിൽ മാറ്റി വെക്കണം. എന്നിട്ട് അത് നോക്കി മനസ്സിലാക്കണം. നമ്മളുടെ ഒരു ലെവൽ, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാം എന്നുള്ളതാണ് നമ്മളൊരു ചോദ്യപേപ്പർ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം അറ്റ് പ്രസന്റ് എത്രത്തോളം കാര്യങ്ങൾ നമ്മുടെ തലയിലുണ്ട്, എങ്ങനെയൊക്കെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും, ഇനി ഏതൊക്കെ കാര്യങ്ങളാണ് അടുത്ത പഠനത്തിൽ ഞാൻ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഏരിയാസിൽ നമ്മൾ ശ്രദ്ധിക്കും, ഇത് ചോദിച്ചതാണല്ലോ ആ ചോദ്യ പേപ്പറിൽ, നമ്മൾ അവിടെ മാർക്ക് ചെയ്തിടാം PYQ എന്ന്. പിന്നത്തെ ഒരു റിവിഷന് നമുക്കത് ഹെൽപ്ഫുൾ ആകും. ഇങ്ങനെ ഒരാഴ്ചയിൽ നമ്മൾ മാക്സിമം 2 ചോദ്യ പേപ്പർ എങ്കിലും ആൻസർ ചെയ്ത്, അല്ലെങ്കിൽ ഒരു ചോദ്യ പേപ്പർ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത്. കാരണം 100 ചോദ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനത്തെ എന്തോരം 21 തൊട്ട് 25 വരെയുള്ള എന്തോരം പേപ്പേഴ്സ് ഉണ്ട്. ഇതിൽ നിന്ന് തന്നെ എത്ര ആഴ്ച നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലായി ഇത് തന്നെയല്ലേ കഴിഞ്ഞ ഇതിൽ വേറെ ചോദിച്ചിരുന്നത്. അപ്പോൾ
എല്ലാം പഠിച്ചിട്ട് ചെയ്യാൻ നിൽക്കരുത്. നമ്മൾക്ക് ഒപ്പം ചെയ്തു പോണം. അത് നിങ്ങൾക്ക് ഇപ്പോൾ കയ്യിൽ ചോദ്യപേപ്പർ ഉണ്ട് എങ്കിൽ ഇപ്പോൾ ഓരോ എക്സാം നടക്കുമ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പോൾ ടെലിഗ്രാം ചാനൽസ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ അവൈലബിൾ ആക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് ആൻസർ ചെയ്ത് നോക്കണം. അല്ലാണ്ട് ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാൻ നിൽക്കരുത്. സ്വയം ഒന്ന് നമ്മൾ ആൻസർ ചെയ്ത് നോക്കണം. എന്നിട്ട് നമ്മൾ ആൻസേഴ്സ് ചെക്ക് ചെയ്യുക. അതിനുശേഷം അതിന്റെ കണക്റ്റഡ് ഫാക്ട്സ് പഠിക്കാൻ ശ്രമിക്കുക. ഇത് നല്ല രീതിയിൽ ചെയ്താലുണ്ടല്ലോ, ട്രസ്റ്റ് മീ, ചോദ്യപേപ്പർ മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റും. നല്ലൊരു ബെറ്റർ മാർക്സ് അല്ലെങ്കിൽ എന്നൊരു റാങ്കിന്റെ ലെവലിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മളും കൂടെ നമ്മുടെ സിലബസ് അനുസരിച്ചുള്ള പഠനവും കൂടെ വേണം. അപ്പോൾ അത് രണ്ടും കൂടെ ഒരുമിച്ച് നടക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഡിസ്കഷൻ നേരത്തെ തുടങ്ങിയത്. ഞാനിത് ആ സമയമാകുമ്പോൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ തീരില്ല, ഇഷ്ടംപോലെ ചോദ്യപേപ്പർ ഉണ്ട്. അത്യാവശ്യം ഡീറ്റെയിൽഡ് ഫാക്ട്സ് ഒക്കെ പറഞ്ഞു വരുമ്പോൾ ഒരു ചോദ്യപേപ്പർ തന്നെ നമുക്ക് ഇത്ര കട്ട് ചെയ്ത് ഇടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വളരെയധികം റെയർ ആയിട്ടുള്ള ചോദ്യപേപ്പറുകളും എന്നാൽ നല്ലോണം ചോദിക്കാൻ ചാൻസ് ഉള്ളതും ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും ഞാനത് ചെയ്യും. നിങ്ങളുടെ കമന്റ്സിൽ നിങ്ങളുടെ സജഷൻസ് ഒക്കെ കണ്ടുകൊണ്ട് തന്നെയാണ്, അതനുസരിച്ചാണ് ഞാനത് റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നത് പറഞ്ഞാൽ. പക്ഷേ അത് എന്തോ ഒരു കാര്യത്തിൽ ഇതായി പോയി. ഇപ്പോൾ നടന്ന VFAയുടെ എക്സാം നിങ്ങൾ പേപ്പർ കണ്ടിട്ടുണ്ടാവും. ഞാനത് അനലൈസ് ചെയ്തിട്ടില്ല. അതൊന്ന് അനലൈസ് ചെയ്യട്ടെ. അനലൈസ് ചെയ്തതിന് ശേഷം അതിന്റെ കണക്റ്റഡ് ഫാക്ട്സ് ഒക്കെ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും VFAയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഞാൻ ഇടാട്ടോ. വേണമെങ്കിൽ അത് ആദ്യം ഇടാം, ആ ഒരു ചോദ്യപേപ്പറിന്റെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലേറ്റസ്റ്റ് നടന്നതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പോഴത്തെ ഈ ഒരു മോഡലിലേക്ക് എങ്ങനെയാണ് ഇവർ ചോദിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ ഒരു എക്സാം അല്ലേ ഇത്. അപ്പോൾ അതൊരു 10th ലെവലിലായിരുന്നു. നമുക്ക് അത് നമുക്കൊന്ന് നോക്കി മനസ്സിലാക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇങ്ങനെ നല്ല രീതിയിൽ നമുക്ക് സിലബസ് കവർ ചെയ്ത് പോകണം. സിലബസ് കവർ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ ഈ പറയുന്ന ഓരോ ചാപ്റ്റേഴ്സ് ഓരോ ദിവസം ഓരോ സബ്ജക്റ്റിനെ കൊടുത്ത് ചെയ്താൽ മതി. അത് പറഞ്ഞിട്ടുള്ള എല്ലാ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഒരു മെജോറിറ്റി നമ്മൾക്ക് ഇപ്പോൾ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒരു 70 to 80% എങ്കിലും മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കാം. ബാക്കിയൊക്കെ നമ്മുടെ സ്മാർട്ട് വർക്കാണ്. ഓക്കെ, ഒരു ഫുള്ളി കവറേജ് എന്നുള്ളത് ഞാൻ പറയുന്നില്ല. കാരണം നമ്മൾ കുറേയൊക്കെ കഷ്ടപ്പെട്ട് ഇപ്പോൾ വേറെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ചിലപ്പോൾ അതിനൊന്നും ചോദിക്കില്ല. അപ്പോൾ റെലവൻസ് ഉള്ള കാര്യങ്ങളുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഹോട്ട് ടോപ്പിക്സുകളുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, കുറേ പേര് പറയുന്ന ഹോട്ട് ടോപ്പിക്സ് ഇതൊക്കെയാണെന്നുള്ളത്. അത് ഇത്രയും കാലം നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പഴക്കം വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്, ആ ഒരു ഇത് വെച്ചിട്ട്. അപ്പോൾ ഇതിനനുസരിച്ച് ഇപ്പം ഞാനൊരു 3 month സ്റ്റഡി പ്ലാൻ നോക്കട്ടെ, ഞാൻ ഉടനെ തന്നെ ഇടാം. ആ ഒരു ലെവലിൽ നിന്നും 3 months കൊണ്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഏതൊക്കെ സബ്ജക്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യാവുന്നത്, എന്തൊക്കെ ചെയ്താലും നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ്, നിങ്ങൾക്ക് ഓൾറെഡി സ്ട്രോങ് ആണെന്നുള്ള ഏരിയാസ് ആദ്യം നോക്കണ്ട. പകരം വീക്ക് ആയിട്ടുള്ള ഏരിയാസിൽ പിടിക്കുക, അത് മാക്സിമം പഠിച്ചു മാറ്റാൻ ശ്രമിക്കുക. ശേഷം സ്ട്രോങ് ഏരിയാസ് നോക്കുക, എന്നിട്ട് വീണ്ടും വീക്ക് ഏരിയാസിൽ റിവിഷൻ ചെയ്യാം. മാക്സിമം ചോദ്യപേപ്പറുകൾ ചെയ്യാം. ഞാൻ ധാരാളം ചോദ്യപേപ്പറുകൾ ചെയ്യുന്ന ഒരാളാണ്. എനിക്കത് ചെയ്തതുകൊണ്ട് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. എത്രത്തോളം ഞാൻ ചെയ്യാറുണ്ട്, അത്രത്തോളം അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ നോക്കാറുണ്ട്. അതിൽ നിന്ന് തന്നെ എനിക്ക് എൻ്റെ ഒരു 70 മുകളിലൊക്കെ എനിക്ക് മാർക്സ് പോകാൻ തന്നെ കാരണം ഈ ചോദ്യപേപ്പറുകൾ ധാരാളം ചെയ്തിട്ടാണ്. അതിനനുസരിച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങി. ചോദ്യപേപ്പറുകൾ കണ്ടറിഞ്ഞ് പഠിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് മാർക്സ് കൂടാൻ തുടങ്ങിയത് കേട്ടോ. കാരണം നമുക്ക് എല്ലാം കവർ ചെയ്ത് പോകില്ല സിലബസിൽ. പിന്നെ SCRT ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നല്ലവണ്ണം കൂടി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇതിപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെയാണ് ഷെയർ ചെയ്തത്. സ്റ്റിൽ ഇതിൻ്റെ ഒരു പഠന രീതിയെ കുറിച്ച് കൺഫ്യൂഷൻ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കും. ഇതെന്തിനാ വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക, എപ്പോഴും ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഡിസ്കഷൻ ആയിട്ട് ഉടനെ വരും. VFAയുടെ അത് ഞാൻ ചെയ്യാം ഉടനെ. പിന്നെ ഈ സ്റ്റഡി പ്ലാൻ്റെയും ഒന്നും കൂടെ കൃത്യമായിട്ട് അത്യാവശ്യം വേണ്ടതൊക്കെ നോക്കി സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ പറഞ്ഞ് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എന്താണെങ്കിലും നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യാം. അതിനനുസരിച്ച് ഞാൻ തുടർന്നുള്ള വീഡിയോസിലും വേരിയേഷൻസ് വരുത്താട്ടോ. നിങ്ങൾ പറയുന്ന സജഷൻ എന്താണോ അതനുസരിച്ച് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം. ഇത് അത്യാവശ്യം വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, അസിസ്റ്റന്റ് സെയിൽസ്മാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. കാരണം ഇതിൽ സ്പെഷ്യൽ ടോപ്പിക്സ് ഇല്ല. സ്പെഷ്യൽ ടോപ്പിക്സ് ഇല്ലാതെ നമുക്ക് എക്സാം വരുന്നത് ഈ ഒരു ഇതിലാണ്. കഴിഞ്ഞ ഇതിന് സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടും എന്താണ് LDC ലെവലിൽ നമ്മൾ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.